മഷി കൊണ്ട് എഴുതും കത്ത് കണ്ണീർ മഷി കൊണ്ട് എഴുതും കത്ത് കണ്ണു മറയോളം കുട്ടിക്കാരെയും കണ്ണ് മറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും കണ്ണുമായി കാത്തിരുന്നു ആയിരം ആയിരം പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ വനമേറിടുന്ന വല്ലതിൻ്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിന്നും കല്ലറ നാം തുള്ളി നടത്തേണ്ട മണ്ണിൽ വീണേ ചലിക്കുന്ന മാംസപിണ്ഡം നമ്മളെ നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില് ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില് എല്ലാതീരിന്റെ രക്ഷയാക്കും പാരില് എല്ലാം ഇട്ടെറിഞ്ഞു പോണം പള്ളിക്കാട്ടില് പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ല്. അവിടെ പള്ളിക്ക് ഞങ്ങൾ മാഷന്മാരുടെ കൂടെ പോയി. അത് നല്ലൊരു സന്തോഷകരമായ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു. അവിടുന്ന് പോന്ന് ബോട്ടിൽ കയറി ആ പാട്ട് പാടി ഒപ്പന കളിച്ചത് ജീവിതത്തിൽ ഇത്ര വലിയ ഒപ്പന കളിച്ചിട്ടേ ഇല്ല. അത്രയും വലിയ സന്തോഷമാണ്. അള്ളാഹു അവർക്കും എല്ലാവർക്കും ചോറൊന്നും അധികമൊന്നും കൊടുത്തില്ല. പാലിയേറ്റീവിൽ വന്നിട്ടാണ് ചോറൊക്കെ പോകലോടത്തേക്കുള്ളത്. മറ്റൊരു പരിയിലൊന്നും അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല. എല്ലാം ഹാപ്പിയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടപ്പുടിയും കായൽക്കുടി ബോട്ടിക്കുടി അങ്ങനെ പല സ്ഥലത്ത് കൂടി പോയി കണ്ട് തിരിച്ചു പോരുകയാണ്. നല്ല എല്ലാവർക്കും നല്ല ഹാപ്പിയായിരുന്നു. എനിക്ക് ടൂറ് നല്ല ഇഷ്ടമായി. ഇഷ്ടമായി. വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെ ടൂറ് പോകലില്ല. ഇപ്പോൾ പാലിയേറ്റീവിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ടൂറ് പോകാനാണെങ്കിൽ വലിയ സന്തോഷമായി. പിന്നെ ഭക്ഷണം കഴിച്ചതും ബോട്ട് യാത്ര ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല സന്തോഷമായി. ഇനി ഇങ്ങനെ പോകാൻ പഠിച്ചാൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ടൂറ് വീട്ടിൽ പോയിരുന്നത്. പാൽക്കുഴിയിൽ നല്ലവരപ്പോൾ ആദ്യമായിട്ടാണ് പോയിരുന്നത്. എല്ലാവരും പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ബസ്സിലൊക്കെ പോന്നപ്പോൾ എല്ലാവരും ഒപ്പം പാട്ടൊക്കെ പാടിയിട്ട് നല്ല സന്തോഷമാണ്. എല്ലാവരും പാട്ട് പാടിയിട്ടൊക്കെ. പിന്നെ നമ്മൾ കടലിലൊക്കെ പോയിട്ട് അതിൻ്റെ വെള്ളത്തിൽ കടലിൻ്റെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ
കാലൊന്ന് വെള്ളമൊക്കെ കഴിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവരും ഒപ്പം കഴിച്ചു ചെയ്തു. ഇങ്ങനെ എല്ലാവരും ജീവിതത്തിന് ഒപ്പം കഴിക്കണം. ഇനി എല്ലാവരും നമ്മളിനി പോക്ക് യാത്ര പോയപ്പോൾ അപ്പോൾ നമ്മുടെ ബോട്ടിൽ പോയതിനൊക്കെ എനിക്ക് നല്ല സന്തോഷമാണ്. കുട്ടികളെല്ലാവരും ഒപ്പനൊക്കെ കളിച്ചു. എല്ലാവരും നല്ല ഒപ്പനപ്പാട്ടൊക്കെ പാടിയിരുന്നു. അതിൽ നല്ല കളിയായിരുന്നു. എല്ലാവരും കളിച്ചതിനൊക്കെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനും തന്നെ ഇപ്പോൾ അതിലെല്ലാത്തിലും പോന്നപ്പോൾ ഞാൻ നല്ല ചാടി കളിച്ചൊക്കെ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമാണ് ചാടി കളിക്കുന്നതൊക്കെ. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടാതിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ എല്ലാവരോടും നല്ല വർത്തമാനം പറയുന്നത് തന്നെ എനിക്കിഷ്ടമാണ്. എല്ലാവരും ഇതിലെല്ലാവരും എല്ലാ മാഷന്മാരും ടീച്ചർമാരും ഒക്കെ നല്ല സഹായിച്ചു എല്ലാവരെയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. എനിക്ക് നല്ല നന്ദിയുണ്ട് പറയുന്നു എല്ലാവരും കൂടി. ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകണം എന്നുണ്ട് എനിക്ക് എല്ലാവരും. ഞാൻ 5 കൊല്ലം മുമ്പ് ബോട്ട് കയറാൻ പോയിട്ട് കയറാതെ കയറി. ഇത് വളരെ സന്തോഷമായി. വളരെ അപ്പം എനിക്ക് 5 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നത്. നല്ല സന്തോഷം. ഞാൻ പാലത്തിൽ നിന്നാണ് ടൂറ് പോലുള്ളത്. ഇന്നാരും കൊണ്ടുപോലില്ല. എല്ലാവരും വേഗത്തിൽ നിർത്തല. സുഖമില്ലാത്ത പറഞ്ഞു. എനിക്ക് നല്ല സന്തോഷം. ഇനി പോകുമ്പോൾ ഒന്നിച്ച് പോകണം. നമ്മളൊന്നിച്ച് ഭക്ഷണം കഴിച്ചതും ഒക്കെ നല്ല സന്തോഷമായി. ബോട്ടിൽ പോയതും മാഷന്മാരും അലന്മാരും നല്ല ഒരാളെടുക്കല്ല. എല്ലാവരും നല്ല ഇതാണ്. ആരും എന്നെ കൊണ്ടുപോയില്ല. എല്ലാവരും വേഗത്തില്ല. അസ്സലാമു ഹലോ, വീഡിയോയാണ്. അസ്സലാമു അലൈക്കും. ചേച്ചി പറയും ചേച്ചിക്ക് സങ്കടം വന്നു. ആരും ചേച്ചിനെ കൊണ്ടുപോയില്ല. അല്ല ചേച്ചി പറയുമ്പോളെ വീട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിന്നോ? അല്ല, ജീവിതത്തില് ഞാൻ പഠിക്കാൻ പോയപ്പോ പോയിട്ടില്ല. അപ്പൊ പലയിടത്തുനിന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് പോവാണ്. അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാം കണ്ടു. പിന്നെ കടല് കണ്ടു. കോഴിക്കോടല്ലേ? കോഴിക്കോട് ബേപ്പൂര് നമ്മൾ കപ്പൽ യാത്ര ബോട്ട് യാത്ര നടത്തി. അതിന് നല്ല രസമുണ്ടായിരുന്നു. ഉഷാറായിട്ടോ. അടുപ്പിച്ചു കുടിക്കേ. അങ്ങനെ തന്നെ എല്ലാവരും അതേപോലെ ഭക്ഷണം അല്ലാതെ കഴിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഈ ടൂറ് ഞങ്ങൾ മാഷന്മാരും എല്ലാവരും താത്തയും മാർമക്കാർക്കും തയ്യാൻ താത്തി എല്ലാവരും ഞങ്ങൾ കൂടെ സഹകരിച്ചു. ഇനിയും ഇങ്ങനെ ടൂർ പോകാൻ ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തരട്ടെ. ബോട്ട് യാത്രയൊക്കെ ഒപ്പനയൊക്കെ കളിച്ച് നല്ല ഹാപ്പിയിലായി ഞങ്ങൾ അവിടെ നിന്ന് പോകും. ഞാൻ ടൂറുണ്ടെന്ന് റിയാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ സമ്മതിച്ചു. പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തോന്നി ബുദ്ധിമുട്ട് എനിക്ക് ശരീരം കൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞു റിയാനത്ത് എനിക്ക് കഴിയൂല. അപ്പോൾ അതൊന്നും പറ്റൂലമ്പോ നമുക്ക് സമ്മേളനത്തിനൊക്കെ പോയിരുന്നതല്ലേ, പോകണം തന്നെ. അങ്ങനെ ഞാൻ ഇൻഷാ അല്ലാഹ് ഏതായാലും ഇങ്ങനത്തെ ഒരു പോക്കും ടൂറുണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഇപ്പോൾ കുടുംബങ്ങളാരും നമ്മളൊന്നും ഈ വയസ്സായവരൊന്നും കൊണ്ടുപോകില്ല. ഇത് വളരെയധികം സന്തോഷമായി ഞാൻ പോകുന്നത്. എനിക്ക് ഇതുവരെ വലിയൊരു വിഷമം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ബോട്ടിലൊക്കെ കയറിയതും സഞ്ചരിച്ചതും ഒപ്പനടിച്ചതും എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല സ്നേഹവും സന്തോഷവും
നല്ലൊരു ആർക്കും സന്തോഷിപ്പിക്കാൻ എല്ലാവർക്കും ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിന് സഹായം തന്ന എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. കാലയ്ക്കണം ഫസ്ന മേഡം വന്ന ഉടനെ പറയാൻ തുടങ്ങിയാണ് നമുക്ക് ഒരു ടൂറുണ്ട്. അത് നമ്മളെ റയ്യാനത്തിൻ്റെ കൈകൊണ്ടാണ് ഇപ്പം അനുഭവമില്ല അന്നത് ശരിയായത്. അല്ലെങ്കിൽ അത് ഇനിയും നീളുമായിരുന്നു. പിന്നെ ആ കടപ്പുറത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ റസ്യം മുന്നോട്ട് വന്നാന്ന് ചോദിച്ചു. കുറേ കാലമായി നിങ്ങൾ ടൂറെ പറഞ്ഞു. അതിപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ 5 ദിവസത്തെ ഒരു ക്യാമ്പ് എന്താ 5 ദിവസം പാർക്കല്. നിങ്ങൾ 5-ന് പോണതിൻ്റെ ഇടയ്ക്ക് ഒരു പാർക്കലില്ല. അത് ഇനി എന്താ? അതും കൂടി കേട്ടപ്പോൾ ഒരു മനസ്സിക്ക് എന്താ പറയുക, ഒരു ഗതികേടായി. ഞാൻ അവളോട് പറഞ്ഞു ഏതായാലും ഇൻഷാല്ലാ ഞാൻ വന്നിട്ട് നമുക്ക് ക്യാമ്പ് മതി. ഇപ്പം നമുക്ക് തൽക്കാലം ക്യാമ്പ് വേണ്ട. അങ്ങനെ നമ്മളെ കുട്ടികളെ നമ്മളായിട്ട് ഇങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നണം. ഒരു കിട്ടി അതിനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാലേജിൽ വന്നിട്ട് 2 വട്ടമായി ടൂറ് പോണത്. പിന്നെ എന്നാ ഭംഗിയായിരിക്കണം. പെരയിന്ന് പോകലൊക്കെ ഉണ്ട്. ഞാനും ഇങ്ങനെ കൂട്ടത്തിൽ കൂടി പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ കുടുംബത്തിൽ പോയിട്ടുള്ളൂ. ഇത്ര കണ്ട് ഇതായിട്ടില്ലല്ലോ. പിന്നെ എല്ലാവരും സഹായം കൊണ്ടും അൽഹംദുലില്ലാ. അപ്പോൾ ഈ ടൂറ് കുറേ കാലമായിട്ടിൻ്റെ ഒരു ഇതാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഓരോട് ഇങ്ങനെ ചോദിക്കും നമുക്കൊരു ടൂർ പോകണ്ടേ. അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ്. പക്ഷെ നമുക്ക് ഓരോ ഡേറ്റ് ഒന്ന് ഓരോരുത്തർക്കും ഓരോ പ്രയാസമാകൊണ്ട് ഓരോരുത്തരും ബുദ്ധിമുട്ടുകളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ അടിയിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഡേറ്റ് നിശ്ചയിക്കും. അതിന് നമുക്ക് പറ്റില്ല. കാരണം ഇവരാണെങ്കിൽ നമ്മോട് ചോദിക്കലും തുടങ്ങും നമുക്ക് പോവണ്ടേ. കാരണം പെരുന്നാൾക്ക് ഡ്രസ്സും കൂടിയും കൊടുത്തപ്പോൾ ഇപ്പോൾ ഒന്നും കൂടിയും ഇതിന് പുതിയത് ഇട്ടാണ്ട് നമുക്ക് എവിടെക്കെങ്കിലും പോകണല്ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ സൂചനക്കൊക്കെ ആദ്യം നമ്മൾ കടന്നമണ്ഡലത്തിൽ റഷ്യ ഷെറീന അവരൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്തായാലും കോഴിക്കോട് ഇതിൻ്റെ അടുത്തേക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുക. അവന് കട്ടിപ്പറമ്പോ മറ്റോടൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കടപ്പുറത്തേക്ക് ഇവരൊന്ന് കൊണ്ടുപോകാൻ. വലിയ ദൂരല്ലേനും. പിന്നെ തൃശ്ശൂർ ഭാഗം പറഞ്ഞു അതിലേറൊക്കെ നല്ല കടപ്പുറത്തേക്ക് ഈ കോഴിക്കോട് ഭാഗം വിചാരിച്ചാണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ ഏതായാലും സാധിച്ചു. എന്തായാലും വലിയൊരു ഇത് തന്നെയാണത്. ഇനി ഇതുപോലെ ഓരോ ആഗ്രഹങ്ങൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. നമ്മൾ പാലിയേറ്റീവിനാണ് പോയിട്ടുള്ളത്. അപ്പം ഇനിയും നമുക്ക് പാലിയേറ്റീവിന് നമ്മളാണെങ്കിലും അല്ലെങ്കിലും ഇനിയൊരു വരുന്ന തലമുറയാണെങ്കിലും ഓരോരോ രോഗികളെ വരുന്നതിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റട്ടെ. അതിന് പഠിച്ച ആരോഗ്യ ആയുസ് തരട്ടെ വരുന്നത്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് ടൂറ് വളരെ അടിപൊളിയായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ പോരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വാക്ക് കൊടുത്തപ്പോൾ പിന്നെ നമ്മൾ പാലിക്കണമല്ലോ. പാർട്ടിക്കാരോട് പറഞ്ഞു ഞാനിന്നിങ്ങനെ പോവാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് എടുത്ത വൈക്കന്നെ പറഞ്ഞു മിസ്സത്തെ ഈ ഇലക്ഷൻ്റെ ഈ തലേന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങൾ. എന്നിട്ട് ഈ ദിവസം തന്നെ നിങ്ങൾ ടൂറ് പോവുക. അത് നിന്നോട് പറഞ്ഞു വേറെ ആരോടും പറയരുതേന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വഴിയുണ്ടോ 7 മണിയാകുമ്പോഴത്തേന് നിങ്ങൾ മാറ്റി വന്നു തുടങ്ങി ഞങ്ങളപ്പം പോരും തന്നു. അപ്പോൾ 10 മണി വരെ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയി. എന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്ര ജീവിതത്തിൽ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ പറയുന്നത് ഇപ്പോൾ റിയാൻത്തേക്ക് രാവിലെ നേരത്തെ വന്ന് നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്നു. വളരെ നല്ല കുമ്പളങ്ങക്കറിയും ചോറും. നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ വീണ്ടും കൊടുക്കട്ടെ. പിന്നെ ഇതിന് നമ്മളെ സഹായിച്ചവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അംസാക്കുമാവട്ടെ നമ്മളെ മാഷാവട്ടെ. മാഷ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളപ്പോൾ ഡോക്ടറുണ്ട് നേഴ്സുണ്ട് ഓരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോണതെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചാടിപ്പോകുന്ന ഓരോരുത്തരും ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു സന്തോഷം കൊണ്ട് നമ്മളൊരു ഒരുമിച്ചുള്ളൊരു യാത്രയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ പോകാൻ ആഫിയത്തും ആയുസ്സും ഇതിന് പ്രവർത്തിച്ചവരൊക്കെ അള്ളാഹു സഹായിക്കേണ്ട ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഈ കാലയളവിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഒരു ടൂറിനൊക്കെ പോരാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പാലേറ്റേക്ക് ഇങ്ങനെ വരാൻ തന്നെ കഴിഞ്ഞത് അല്ലാണ്ട് അത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൊണ്ടാണെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്.
അപ്പോൾ ഈ ടൂറിന് ഇപ്പോൾ റയ്യാനത്തവരൊക്കെ ഇങ്ങനെ പറഞ്ഞു മാണോത്ത് പോണീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്താ പറയുക അജയ് ഇനി വന്നിട്ട് ടൂർ ഫിക്സ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഇങ്ങോട്ട് പോരാ. ഞാൻ ഒരിക്കലും എനിക്ക് കഴിയുമെന്ന് തോന്നി. കാരണം പെരുന്തോണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഡോക്ടറെ കാണാൻ വഴിക്കുക എനിക്കൊരു ക്ഷീണം പോലെ തോന്നുന്നത്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ എനിക്കൊരു കുഴപ്പം തോന്നിയില്ല. അംസാക്ക് ബേപ്പൂർ അറിയിട്ട് വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യമൊക്കെ ഞാൻ മറന്നാക്കണം. സത്യമാണ്, ഞാൻ മറന്നു പോയിക്കുന്ന കാര്യം. ഞാൻ വീട്ടിൽ ഇന്നലെ ഞാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മക്കളെന്ത് എന്തോ ഒരു പറയാതായിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞാൽ ഡോക്ടറും ഇവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒഴിവിനനുസരിച്ച് അടുത്തെവിടെയൊന്നും പോകണമെന്ന് പറയുന്നത് അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ നമുക്ക് ഞാൻ പല പ്രാവശ്യം ടൂർ പോയില്ല സ്കൂളിൽ നിന്ന്, പ്രത്യേകിച്ച് ടീച്ചറെ കൊണ്ട് എല്ലാ വർഷവും ടൂർ ഉണ്ടാവല്ലോ. അന്ന് ഒരു 10-70 കുട്ടികളുണ്ടാവും, 6-7 മാഷന്മാരുണ്ട്. നമ്മളെ മനസ്സിലെ തീയ് കിടലില്ല, കാരണം ഇറ്റങ്ങൾ എല്ലാം തിരിച്ചുകൂടെ എത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആസ്വദിച്ച് ശരിക്കും പോലില്ല, ഞാൻ അവരെ കൂടെ കൂടുന്നല്ലാതെ. ഇതെന്താ ഒരു വല്ലാത്തൊരു സെനോ ടീച്ചർക്ക് 5 കുറഞ്ഞു, എനിക്കൊരു 15 കുറഞ്ഞു എനിക്ക് തോന്നുന്നു വയസ്സ്. വളരെ ആസ്വദിച്ച് ഇപ്പം നമ്മളെ ബോർഡിലൊക്കെ ഒരു ഇതുവരെ ജീവിതത്തിൽ ആ താത്തയൊന്നും ഡാൻസ് കളിച്ചിട്ടുണ്ടാവില്ല കൂടിക്കാണ്ട്. ഇപ്പം നമ്മളെ ഇവരെ എനർജി കിട്ടിയിട്ടാണ് ആ താത്ത അടക്കം ഇറങ്ങി ഡാൻസ് നമ്മളൊക്കെ അറിയാതെ ആയി പോവാണ് അതിലേക്ക് ഇറങ്ങാൻ. അപ്പം എല്ലാവരും നമ്മളെ ലുബി, റസിയ, എന്നാർന്നൊക്കെ ഇറങ്ങി ഉഷാറായിട്ട് കളിച്ചു. ഒരുപാട് സന്തോഷം. ഇനിയും നമുക്കിതിന് പഠിത്തം ഭാഗ്യം തരട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ ഗുണം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് മാളവാത്തി റയ്യാനത്തും പറഞ്ഞാൽ രാവിലെ മുതൽ എത്ര നേരത്തെ വന്ന ഇത്ര ആൾക്കുള്ള ഭക്ഷണങ്ങൾ ഒരിക്കലൊരു പരാതിയും ഇല്ലാതെ അത് നല്ല ഭക്ഷണം ചെറുകയല്ല. അവർക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം കിട്ടട്ടെ. ഇനിയും അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആരോഗ്യായുസ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ പരീക്ഷയിൽ നിന്നും പുറപ്പെട്ട് ബസ്സിലെ പാട്ടും കളിയും തിരിയുമായി കോഴിക്കോട് കടപ്പം ബീച്ചിലെത്തി. അവിടുന്ന് തന്നെ അവിടെ ഒരു ചെറിയ കുട്ടികളെ പോലെ നമ്മളെല്ലാവരും കടലിൽ, ചെറിയൊരു കുട്ടിൻ്റെ പ്രായത്തിൽ നമ്മളെല്ലാവരും കടലിൻ്റെ വെള്ളത്തിൻ്റെ തിരമാലയിലും കളിച്ചിറങ്ങി. അതുതന്നെയാണ് ഏറ്റവും നമ്മുടെ വലിയ സന്തോഷം. അതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു, നിസ്കരിച്ചു, തിരിച്ചങ്ങോട്ട് ബേപ്പൂർക്ക് പോകുന്നു. ബേപ്പൂരിലെത്തിയപ്പോൾ തന്നെ ബോട്ട് യാത്രയും അതിലെ കളിയും വളരെ മനോഹരമായിരുന്നു. ഒന്നൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു എല്ലാവരുടെയും കളി. ആരും അനങ്ങാതെ നിന്നിട്ടില്ല. എല്ലാവരും താളം പിടിച്ചും പാട്ട് പാടിയും കൈകൊട്ടിയും അരങ്ങുകളെല്ലാം ഉഷാറാക്കി. അതുപോലെ തന്നെ നമ്മുടെ യാത്രയും ഉഷാറായിരുന്നു. അതുപോലെ നമ്മുടെ രാവിലെ വന്ന് നമുക്ക് ഭക്ഷണം തയ്യാറാക്കിയ മാളമാതയും റയ്യാനത്തും ഇതൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ ഇതിൻ്റെ പിന്നിൽ നമുക്ക് സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. അവർക്ക് അതിൻ്റെ ശക്തമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാട്ടെന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ഡ്രൈവിങ് വളരെ ഭംഗിയായി നിർവഹിച്ച നായിക്ക് നമ്മളെല്ലാവരുടെയും പേരെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഓരോ ചലനങ്ങളും മൊബൈൽ പറത്തിയ കുഞ്ഞുട്ടിക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ യാത്ര വൻ വിജയമാക്കിയ നമ്മുടെ എല്ലാവർക്കും പാലറ്റിൻ്റെ പേരിലും ടീമിൻ്റെ പേരിലും നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്